ഒടുവിൽ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ നിലപാടെടുത്തു. അതോടെ ട്രംപ് ഒറ്റപ്പെട്ടു പോയ സ്ഥിതിയിലേക്ക് വന്നു. കടൽപ്പരപ്പിൽ തോണി മറഞ്ഞ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഉള്ളത് എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ നിലപാടാണ് ട്രംപിനെ ഇരുത്തി ചിന്തിപ്പിച്ചത്. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും ഇങ്ങനെ അമേരിക്കയുമായിട്ട് സഹകരിക്കാൻ സാധിക്കില്ലെന്നും സൗദി അറേബ്യയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് നേരിട്ട് കൊണ്ട് ട്രംപിനോട് പറഞ്ഞു. പരമാവധി നിങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, പരമാവധി നിങ്ങളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിൻ്റെ പരമാവധി കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നോട്ട് എന്ന് പറയാൻ ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന സംരക്ഷണവും രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറല്ല. എന്ത് യുദ്ധമാണ് നിങ്ങൾ നടത്തുന്നത്, എവിടേക്കാണ് ഇത് എത്തുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാതെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് നിരന്തരം ഇറാൻ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കാതിരിക്കെ ഞങ്ങളുടെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പോലും ട്രംപിനോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ട്രംപുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ്. ദശകോടികളുടെ സാമ്പത്തിക ആസ്തിയാണ് അമേരിക്കയിൽ നിക്ഷേപിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം സൗദി അറേബ്യയും UAEയും ഖത്തറും സന്ദർശിക്കുന്നതിനിടയിൽ കരാറുണ്ടാക്കിയത്. ആ കരാറിലാണ് ഖത്തർ ട്രംപിന് ഒരു വിമാനം സൗജന്യമായിട്ട് നൽകുന്നത്. ആ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ട്രംപിനുണ്ടാക്കിയ വിമാനമാണത്. അതിലൂടെ ധൈര്യപൂർവ്വം യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇറാൻ ആക്രമിക്കുമോ എന്ന് പേടിയുണ്ട്. തുർക്കിയിലെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് മടങ്ങിയത് യഥാർത്ഥത്തിൽ ഖത്തർ നൽകിയ വിമാനത്തിലല്ല, എത്തിയത് ഖത്തറിൻ്റെ വിമാനത്തിലാണ്, മടങ്ങിയത് അമേരിക്കയുടെ പ്രത്യേകമായിരിക്കുന്ന യുദ്ധവിമാനത്തിലോ അല്ലെങ്കിൽ ട്രംപിനുള്ള പ്രസിഡൻഷ്യൽ വിമാനത്തിലോ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കാര്യം ഇപ്പോഴത്തെ നിലനിൽക്കുന്ന സ്ഥിതികളും അവസ്ഥകളും വലിയ രീതിയിലുള്ള സങ്കീർണമാണ്, വലിയ രീതിയിലുള്ള വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. എങ്ങനെ ഇത് പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്കും വലിയ രീതിയിലുള്ള സന്ദേഹങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതും കൃത്യമാണ്. ഇപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അത് വലിയ പ്രതിസന്ധിയാണ്, വലിയ വിഷയമാണ്. അപ്പോൾ ഇപ്പോൾ കടന്ന് ഏത് തരത്തിലുള്ള ആക്രമണം നടത്താനും ഇറാന് ധൈര്യം കിട്ടിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണോ ഇറാന് തോന്നുന്നത് ആ തോന്നുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ രീതിയിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, വളരെ വളരെ ഗൗരവകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അമേരിക്ക ഒന്ന് ആക്രമിച്ചാൽ ഇറാൻ 4 ആക്രമിക്കാൻ പാകത്തിൽ ഇറാൻ പാകപ്പെട്ടിരിക്കുന്നു. ആ രീതിയിലേക്ക് മാറ്റിയത് യഥാർത്ഥത്തിൽ ആരാണ്? അമേരിക്ക തന്നെയാണ് എന്നവർ പറയുന്നു. അപ്പോൾ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹോർമുസ് കടൽ മാത്രമുള്ള വിഷയമല്ല, അവർ ആണവായുധം ഉണ്ടാക്കുന്നില്ലേ എന്നതുമല്ല വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ ഉത്തരവാദി അമേരിക്കയാണ്. നിങ്ങൾ ഒഴിഞ്ഞു മാറുക, എന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കുക. എങ്ങനെയാണെങ്കിലും ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് കൃത്യതയോടുകൂടി നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കെട്ടിമറിയേണ്ട വിഷയങ്ങളൊന്നുമില്ല, അത് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയങ്ങൾ വന്നു എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള ആയുധങ്ങളുടെ ചോർച്ച അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അത് രഹസ്യമായിരിക്കുന്ന സൈനികർ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് അപാകത പറ്റുകയും ആ രഹസ്യങ്ങൾ ചോർന്നു പോവുകയും ചെയ്തു. ചോർന്നു പോയതോടുകൂടി അത് ഇറാനാണ് കിട്ടിയത്. ഇറാൻ അത് ആഘോഷിക്കുകയും ചെയ്തു. ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കയുടെ കൈവശത്തിൽ യുദ്ധം ചെയ്യാൻ മാത്രമുള്ള ആയുധങ്ങൾ ഇപ്പം നിലവിലില്ല. അവർ ഭയപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങളെ കീഴ്പ്പെടുത്തണമെങ്കിൽ പുതിയ സംവിധാനങ്ങൾ എന്തെങ്കിലും അമേരിക്ക കൊണ്ടുവരണം, നിലവിൽ അവർക്കത് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ വല്ലാത്ത രീതിയിൽ രൂക്ഷമായ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതിന് മറുപടി പറയാൻ ഇറാൻ സാധിക്കുന്നില്ല. ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇറാൻ ഇല്ലാതാക്കും, അട്ടിമറിയാൻ പോവുകയാണ്, ഭരണം ഇത് അവസാനിക്കുകയാണ്, ഇനി അവിടെ ജനാധിപത്യ സംവിധാനങ്ങൾ വരും, അങ്ങനെ പല തരത്തിലും പല രീതിയിലും
മൊത്തത്തിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ആവർത്തനങ്ങൾ ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏറെക്കുറെ ആദ്യ ഘട്ടത്തിലൊക്കെ ലോകം അത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നീടാണ് കാര്യം മനസ്സിലായത് ഇതൊന്നും ഒരു യാഥാർത്ഥ്യമല്ല, ഇതിലൊന്നും യാതൊരു കയമ്പുമില്ല, ഇത് ട്രംപിൻ്റെ ആവേശത്തിന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്നതിനപ്പുറമായ രീതിയിൽ യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ലോകം ശ്രദ്ധിച്ചത് ഇറാനെയാണ്. ഇറാൻ്റെ നയങ്ങൾ, നിലപാടുകൾ, സമീപനങ്ങൾ, പ്രവൃത്തികൾ അവർ പറഞ്ഞിട്ട് അത് കൃത്യതയോടുകൂടി വാക്ക് പാലിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. ട്രംപ് ഒന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അയാളെ തന്നെ തിരുത്തും, മാറ്റി പറയും. അപ്പോൾ ട്രംപിന് പോലും കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് പറയാൻ ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. യുദ്ധവിരാമം അത് ഇല്ലാത്ത ഒരു സ്ഥിതി വരികയാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവും എന്ന് പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ രീതിയിൽ ഇത് ബാധിച്ചിരിക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളെ എണ്ണുകയാണ് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ നിയന്ത്രണം ഇറാൻ ഏർപ്പെടുത്തിയ സമയത്തും സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയായി ചെങ്കടലിനെ ഉപയോഗിക്കുകയും ചെങ്കടലിലൂടെ അവരുടെ പെട്രോളിയം ലോകരാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ വിൽപ്പന നടത്തുകയും ചെയ്തു. എന്നാൽ ഹൂത്തികളുമായി ബന്ധപ്പെട്ട വിഷയം സൗദി അറേബ്യയുമായിട്ട് ഉണ്ടായതോടുകൂടി ചെങ്കടലിന് ഹൂത്തികൾ ഉപരോധം നടത്തിയതോട് കൂടിയിട്ട് ആ മേഖലയും അടക്കപ്പെട്ടു. അപ്പോൾ സൗദി അറേബ്യ സ്വതന്ത്രമായ രീതിയിൽ പോകുന്ന രണ്ട് പാതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹോർമുസ്, അതല്ലെങ്കിൽ ചെങ്കടൽ കഴിഞ്ഞാൽ ബാബുൽ മന്ദബത്തും. ഈ ബാബുൽ മന്ദബത്തിൻ്റെ നിയന്ത്രണവും ഹൂത്തികളുടെ കൈവശത്തിലാണ്. അങ്ങനെ ആയ സമയത്ത് എല്ലാ സർവ്വ മേഖലയിലും നിന്നുപോയ നിശ്ചലമാക്കപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ അമേരിക്കയുടെ നയങ്ങൾ അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു, വലിയ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്നു, വലിയ രീതിയിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പല ഘട്ടങ്ങളിലും ട്രംപ് സംസാരിക്കുന്നത്. ഇത് മേഖല വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ തന്നെ വലിയ രീതിയിൽ പെട്രോളിയത്തിന് വില വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും എന്ന് പോലും കണ്ടെത്തുന്നു. ഇത് ഒഴിവാക്കുക എന്ന് മാത്രമല്ല, പെട്രോളിയം വിൽപ്പന നടത്താൻ പറ്റാത്തൊരു സ്ഥിതികൾ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും. ഈ എണ്ണക്കിണർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നിർമ്മാണം നിർത്തിവെച്ചാൽ ആ കിണർ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി, അല്ലെങ്കിൽ ഈ എണ്ണ കിട്ടാത്ത രീതിയിലേക്കുള്ള സ്ഥിതികൾ വരും. അതുകൊണ്ട് നിർമ്മിച്ചു കൊണ്ടിരുന്നാലോ ഇത് പിന്നെ വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഇത് കടലിൽ ഒഴിക്കുന്ന ഒരു സ്ഥിതി വരാറുണ്ട്. കടലിൽ ഒഴിക്കുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ കടൽ മാലിന്യമാകും എന്നോട് കൂടിയിട്ട് ഇപ്പോൾ രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. നിർമ്മിക്കുന്നു അഥവാ ഉൽപ്പാദിപ്പിക്കുന്നത് വിൽപ്പന നടത്താൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കുന്നു. അപ്പോൾ നിർമ്മാണത്തിലെ വലിയ സാമ്പത്തിക ചെലവ്, അതോടൊപ്പം തന്നെ കടൽ മാലിന്യമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ മറ്റൊരു ചെലവ്. ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം കടൽ ഒഴിക്കുന്ന സമയത്ത് അവരുടെ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ മാത്രമല്ല ഇതിൻ്റെ പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുക. അത് മറ്റ് മേഖലയിലേക്കും, കടൽ ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് എല്ലാ മേഖലയിലേക്കും അത് സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ യുദ്ധവിരാമമല്ലാതെ മറ്റൊരു പോംവഴികളും ഇല്ല എന്നുള്ളതും, അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ ബാധ്യത രാജ്യങ്ങൾക്ക് ഉണ്ടാകും എന്നും മനസ്സിലാക്കിയ സമയത്താണ് കർശനമായിരിക്കുന്ന നടപടി അല്ലെങ്കിൽ നിലപാടുമായി സൗദി അറേബ്യ മുന്നോട്ട് വന്നത്. സൗദി അറേബ്യയുടെ നിലപാടെന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ മാത്രം നിലപാടാണോ? അല്ല, അത് അറേബ്യൻ രാജ്യങ്ങളുടെ മൊത്തം നിലപാടാണ്. അവർ UAE പെടുന്നുണ്ട്, ഖത്തർ പെടുന്നുണ്ട്, ബഹ്റൈൻ പെടുന്നുണ്ട്. ഇവരെല്ലാവരെയും സാരമായിട്ട് ബാധിക്കുന്ന കടലിടുക്കാണ് ഹോർമുസ് എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ചെങ്കടൽ എന്ന് പറയുന്നതും. അപ്പോൾ ചെങ്കടലിനെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അതും ഭാവിയിൽ ബാധിക്കും. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇപ്പോൾ ഹൂത്തികളുമായി വലിയ സംഘർഷം ഉണ്ടായി എന്ന് മാത്രമല്ല, ഹൂത്തികളുടെ വിഷയങ്ങൾ പോയി ഇപ്പോൾ ഒമാനിലെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികൾ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു. അഥവാ രാജ്യത്ത് മുൻപുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ആഭ്യന്തര വിഷയങ്ങളിലേക്കും വീണ്ടും
ഹൂത്തികളും ഒമാനും യമനും എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രശ്നം സങ്കീർണമായി തുടരുകയാണ് എന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും സങ്കീർണതയിലേക്ക് എത്തുകയാണ് എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്.